കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13, 21 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിനിരിക്കവേ ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണ്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവനിത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിനാവശ്യമായിട്ടുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ അനുസ്മരിക്കുന്നൊരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ലുഡ്ഗർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് സാധാരണക്കാരായി നമുക്ക് പോലും പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ജർമ്മനിയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം വിശുദ്ധ ഗ്രിഗറിയുടെ ശിക്ഷണം ഏറ്റെടുത്ത വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ പുണ്യാഭ്യാസം, ഭക്താഭ്യാസം ഇതൊക്കെ കണ്ടിട്ട് ഡീക്കനായിട്ട് അദ്ദേഹത്തെ വിശുദ്ധ ഗ്രിഗറി ഉയർത്തുകയുണ്ടായി. പിന്നീട് വൈദികനായി മെത്രാനുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ചെറുപ്പം മുതലേ ഭക്താഭ്യാസങ്ങളിൽ മുഴുകിയിരുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊന്ന്, ദൈവവചന വായന അദ്ദേഹത്തിൻ്റെ ശീലമാക്കിയിരുന്നു. മൂന്നാമതൊന്ന്, സഭാപിതാക്കന്മാരുടെ കൃതികൾ, അവർ രചിച്ച കാര്യങ്ങൾ, അവരുടെ റൈറ്റിങ്സ്, അത് വായിച്ച് അതിൻ്റെ ഫലമെടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് ദൈവം കഴിഞ്ഞിട്ടേ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു. ഒരിക്കൽ ചക്രവർത്തി അദ്ദേഹത്തെ ശാസിച്ചു, എവിടെയായിരുന്നു എനിക്ക് മറുപടി കിട്ടാൻ ഇത്ര ലേറ്റായത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം ആളെ വിട്ട് ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ അല്പം ലേറ്റായി. അതിനാണ് ചക്രവർത്തി ക്ഷോഭിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ചക്രവർത്തിയോട് ബഹുമാനമൊക്കെയാണ്, പക്ഷെ ദൈവം
ചക്രവർത്തിക്ക് ഉപരിയാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് മറുപടി തരാൻ പറ്റാതെ പോയത്. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ വേറെ എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും അതിലേക്ക് ശ്രദ്ധ തിരിക്കാതിരുന്നൊരു വ്യക്തിയാണ് ഈ വിശുദ്ധൻ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇനി മാത്രമല്ല, മറ്റുള്ളവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ സമയത്ത്, അതുപോലെ ബലിയർപ്പണത്തിൻ്റെ സമയത്തൊക്കെ അശ്രദ്ധരായി കഴിയുന്നത് കണ്ടാൽ അവരെ ശാസിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ലുഡ്ഗർ. പ്രിയപ്പെട്ടവരെയും, അശ്രദ്ധ ഗൗരവമുള്ളൊരു പാപമാണെന്ന് ദൈവവചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 സാമുവേൽ 2-ാം അധ്യായം 17-ാമത്തെ വചനം എടുത്താൽ മതി. ഏലിയുടെയും മക്കളുടെയും പാപം ഗുരുതര പാപമായിട്ട് പരിഗണിക്കപ്പെട്ടു. ദൈവം അത് ഗുരുതര പാപമായിട്ട് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തായിരുന്നു ആ പാപം? അശ്രദ്ധയോടെയാണ് അവർ കർത്താവിൻ്റെ അർച്ചനയെ വീക്ഷിച്ചത്. കർത്താവിനെ ശുശ്രൂഷ ചെയ്തത്, ആത്മീയ കാര്യങ്ങൾ ചെയ്തത് അശ്രദ്ധയോടെയാണ്. നമ്മളൊക്കെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, ബലിയർപ്പിക്കാൻ വരുമ്പോൾ എത്ര ശതമാനം ശ്രദ്ധയുണ്ട്? ഇനി ശ്രദ്ധയേക്കാൾ കൂടുതൽ അശ്രദ്ധയാണോ നമ്മെ വിഴുങ്ങാറുള്ളത് എന്നത് നാം ചിന്തിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ ആദ്യ വായന യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ ഒരു ദാസനായി ദാസിയായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ദൈവത്തിൻ്റെ ദാസൻ. ഇനി അങ്ങനെയുള്ളവർക്ക് അവരുടെ അവകാശം ദൈവമായിരിക്കും, അവരുടെ പ്രതിഫലം ദൈവമായിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവത്തെ പ്രതി ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരവകാശമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ അതിനും പ്രതിഫലം ഉറപ്പാണ് എന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ദാസവേല ചെയ്ത് ദൈവകരുണ പ്രാപിക്കാൻ പറ്റും. ദാസവേല ചെയ്ത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ വലിയ സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇതൊക്കെ വെച്ച് നോക്കിയാൽ കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള നമ്മുടെ സ്ഥാനം, കർത്താവിൻ്റെ കണ്ണുകളിലുള്ള നമ്മുടെ സ്ഥാനം, അത് വെച്ച് നോക്കിയാൽ നമ്മളൊരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ അതല്ലെങ്കിൽ MLA ആകുന്നതോ MP ആകുന്നതോ അതൊക്കെ എത്ര നിസ്സാരമെന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്ഥാനം, ദൈവത്തിലുള്ള സ്ഥാനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടൊരു കാര്യം, ചിലരുടെ ഒരു പ്രത്യേകതയാണ്, ഉത്സാഹിയാണ്, പക്ഷെ അത് അസ്ഥാനത്താണ്. അസ്ഥാനത്തെ ഉത്സാഹം നല്ലതല്ല. നമ്മൾ ഉത്സാഹം കാണിക്കണം, പക്ഷെ അത് ശരിയായ കാര്യത്തിന് വേണ്ടിയായിരിക്കും. വേണേൽ നമുക്ക് പാപം ചെയ്യാൻ ഉത്സാഹം കാണിക്കാം, ആ ഉത്സാഹം നല്ലതൊന്നുമല്ല. അനുദപിക്കാൻ ഉത്സാഹം കാണിക്കുന്നത് വളരെ നല്ലതാണ്. ചിലരുടെ കുഴപ്പം പാപം ചെയ്യാൻ ഭയങ്കര ഉത്സാഹം, അനുദപിക്കുന്ന കാര്യം വരുമ്പോൾ മന്ദഗതിക്കാരാണ്. അതല്ല ദൈവമക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ, പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നോടൊപ്പം ജയിലിൽ കിടക്കാനും മരിക്കാനും ഞാൻ റെഡിയാണ്. ആ സമയത്ത് ദൈവം പത്രോസിൽ നിന്നും ആവശ്യപ്പെട്ടത് അതായിരുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞു, ഈ അമിതമായിട്ടുള്ള ഒരു ഉത്സാഹം കാണിക്കുന്ന വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ നിൻ്റെ കൂടെ ജയിലിൽ കിടക്കും, മരിക്കും. എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പം നിന്നെ അനുഗമിക്കാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞത്? കർത്താവ് ആവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ചെന്നപ്പോൾ കണ്ടത് എന്താ? ഉറക്കം തൂങ്ങിയിരിക്കുന്നത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക. നിന്നോടൊപ്പം വേണമെങ്കിൽ ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കും, മരിക്കണമെങ്കിൽ മരിക്കും. പിന്നീട് നമ്മൾ കാണുകയുണ്ട്, പത്രോസ് ഇതെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിറവേറ്റുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരത്തിന് കീഴിൽ എളിമയോടെ നിൽക്കണം. ഇന്ന് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാകണം. അങ്ങനെ ദൈവത്തെ അനുസരിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ മേലാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പറയുന്നുണ്ട്, ഈ വിശുദ്ധവാരത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധിയിൽ വളരാൻ, ജീവിത വിശുദ്ധിയിൽ നിലനിൽക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളതും കർത്താവിൻ്റെ ദാസനായി മാറുക, ദാസിയായി മാറുക,
ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക. ഇപ്പോൾ കർത്താവ് എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോകുവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.